നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC സീറോ വേസ്റ്റ് കോമ്പൗണ്ടാക്കുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമാകുന്നു. 4 ഘട്ടങ്ങളിലായിട്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെന്റൽ ക്ലിനിക് രംഗത്തെ നൂതന സാങ്കേതിക വിദ്യയുമായി ആലപ്പുഴ MS ഡെന്റൽ ക്ലിനിക്കിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി S. ദിനിമോനെ തിരഞ്ഞെടുത്തു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്തവിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC സീറോ വേസ്റ്റ് കോമ്പൗണ്ടാക്കുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമാകുന്നു. 4 ഘട്ടങ്ങളിലായിട്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC സീറോ വേസ്റ്റ് കോമ്പൗണ്ടാക്കുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമാകുന്നു. ടൂറിസം രംഗത്ത് ശ്രദ്ധാകേന്ദ്രമായി മാറിയ ആലപ്പുഴ മാലിന്യമുക്തമാക്കുന്നതിനായി ജനങ്ങളുടെ മനോഭാവത്തിലും ശീലങ്ങളിലും മാറ്റം വരുത്തി മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചും KSRTC മാതൃകയാവുകയാണ്. ബസ് സ്റ്റാൻഡ് മാലിന്യമുക്തമാക്കുക, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നിവ ഉൾപ്പെടെ 4 ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ 2-ന് മെഗാ ക്ലീനിംഗ് നടത്തും. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വിവരവിജ്ഞാന കേന്ദ്രം, ബസ്സുകളിൽ ബിന്നുകൾ സ്ഥാപിക്കലും ബോധവൽക്കരണ യാത്രയും നടത്തുക, വിജിലൻസ് സ്ക്വാഡ് എന്നിവയും നടപ്പിലാക്കും. H. സലാം MLA കർമ്മ പരിപാടിയുടെ കരട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിതയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നത്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില ഇൻസിഡന്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ പൊതുവായി കാണുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ എറണാകുളത്തെ മാലിന്യ പ്രശ്നം കേരളത്തിലെ വലിയ മാലിന്യ പ്രശ്നമായിട്ട് വന്നത് മറ്റേ സ്ഥലത്ത് കുന്നുകൂട്ടിയിട്ട ബ്രഹ്മപുരം അതാണ്. അപ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ വരും, അതിന്റെ വാർത്ത വിശകലനം, ദിവസങ്ങൾ ചർച്ച, ഇതിങ്ങനെ ഏതെങ്കിലും പരിശോധിക്കും. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഒരു വലിയ ഒരു ഡ്രൈവ് പോലെ തന്നെ നടത്തി അവിടുത്തെ കോർപ്പറേഷനെ കൂടി മുൻനിർത്തി ഇപ്പം വളരെ പോസിറ്റീവായി അവിടെ മാറി. ഏതെങ്കിലും മീഡിയ ആ പോസിറ്റീവായ വശത്തെ മുൻനിർത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. സ്റ്റേറ്റ് കോർഡിനേറ്റർ SS സരിൻ, കൗൺസിലർ MG സതീദേവി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KE വിനോദ് കുമാർ, നവകേരളം ക്യാമ്പയിൻ കോർഡിനേറ്റർ KS രാജേഷ്, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ CK ശിവകുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജോയ്, IRTC കോർഡിനേറ്റർ ജാഫർ ഷെരീഫ്, P. ജയരാജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ Y. ജയകുമാരി, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. DTO A. അജിത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സെമിനാറും നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ K. വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ BS മിനി മുഖ്യപ്രഭാഷണം നടത്തി. RMO ഡോക്ടർ M. ആശ, ഡോക്ടർ സുധീരൻ, സൈക്കോളജിസ്റ്റ് അനുഷ എന്നിവർ സംസാരിച്ചു. ഡെന്റൽ ക്ലിനിക് രംഗത്തെ നൂതന സാങ്കേതിക വിദ്യയുമായി ആലപ്പുഴ MS ഡെന്റൽ ക്ലിനിക്കിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു.
അത്യാധുനിക സൗകര്യങ്ങളോടെ ആലപ്പുഴയിൽ ഡെന്റൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കളക്ട്രേറ്റ് ജംഗ്ഷന് തെക്ക് പനച്ചുവടിന് സമീപം ആരംഭിച്ച MS ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർ B. നസീർ, BC ഫ്രാൻസിസ്, നസീർ സലാം, MS ഷെരീഫ് കുട്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. MS ഡെന്റൽ ക്ലിനിക് പ്രൊപ്പറേറ്റർ ഡോക്ടർ S. ബാദുഷ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. റൂട്ട് കനാൽ, ഇംപ്ലാന്റ് സർജറി, കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, ഓർത്തോഡോന്റിക് ട്രീറ്റ്മെന്റ്, ക്ലിയർ അലൈനർ അടക്കം അതാത് മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ക്ലിനിക്കിൽ മികച്ച സേവനം ലഭ്യമാകുമെന്ന് ക്ലിനിക് അധികൃതർ പറഞ്ഞു. ഡോക്ടർ S. ബാദുഷ, ഡോക്ടർ രേഷ്മ മാഹിൻ, ഡോക്ടർ അൽഫിയ ഷെരീഫ്, ഡോക്ടർ ആലിയ ഹാരിസ് എന്നിവർ ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കും. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി S. ദിനിമോനെ തിരഞ്ഞെടുത്തു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി S. ദിനിമോനെ തിരഞ്ഞെടുത്തു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. C. വിജയാണ് പുതിയ ജില്ലാ സെക്രട്ടറി, അനൂപ് ചെറിയാൻ ജില്ലാ ട്രഷററും. ഇവരെ കൂടാതെ PD മനുദാസ്, CB ധന്യ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും TB ഫിറോസ്, രാജുമോൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അഭ്യസ്തവിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അഭ്യസ്തവിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നമ്മുടെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. തൊഴിൽ ദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം. KDSകിന്റെയും അതുപോലെ നോളജ് എക്കോണമി മിഷന്റെയും സഹായത്തോടുകൂടി നമ്മുടെ ജില്ലയിലെ കുടുംബശ്രീ സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുഴുവൻ പേർക്കും വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്തിന്റെ തുടക്കത്തിലുള്ള ബഡ്ജറ്റിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ 10,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ KDSക് കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്നാണ് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും കുടുംബശ്രീ സംവിധാനവും ഈ പദ്ധതിയിൽ അണിചേരും. തൊഴിൽ തേടുന്നവരെയും തൊഴിൽദാതാക്കളെയും ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്താനാണ് ജില്ലാ പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്നും KG രാജേശ്വരി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ NS ശിവപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, സെക്രട്ടറി KR ദേവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കൂട്ടായ്മയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. രാജശേഖരൻ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നുള്ള നിരോധനമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി പക്ഷിപ്പനി ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുന്നത് ഏപ്രിൽ മാസം 16-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 16-ാം തീയതി പക്ഷിപ്പനി ഉണ്ടായതിനു ശേഷം ഏറ്റവും അവസാനം പക്ഷിപ്പനി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പക്ഷിപ്പനി ഉള്ളതായി പ്രഖ്യാപിക്കപ്പെടുന്നത് ജൂൺ മാസം 12-ാം തീയതിയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോഴി, താറാവ്, കാട കർഷകരടക്കം ഉപവാസ സമരത്തിൽ സംബന്ധിച്ചു. സമരത്തെ തുടർന്ന് ജില്ലാ കളക്ടർക്ക് നിവേദനവും സംഘടനാ ഭാരവാഹികൾ നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC സീറോ വേസ്റ്റ് കോമ്പൗണ്ടാക്കുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമാകുന്നു.
4 ഘട്ടങ്ങളിലായിട്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെന്റൽ ക്ലിനിക് രംഗത്തെ നൂതന സാങ്കേതിക വിദ്യയുമായി ആലപ്പുഴ MS ഡെന്റൽ ക്ലിനിക്കിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി S. ദിനിമോനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്തവിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.